നമസ്കാരം. കൽപ്പറ്റ എം.എൽ.എ. ടി സിദ്ദിഖിന് ഇരട്ട വോട്ടെന്ന ആരോപണവുമായി CPM. കോഴിക്കോട് പെരുമണ്ണയിലും വയനാട് കൽപ്പറ്റയിലും സിദ്ദിഖിന് വോട്ടുണ്ടെന്ന് CPM വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ആരോപിച്ചു. കെ റഫീഖ് ഇതിന്റെ രേഖകൾ പുറത്തുവിട്ടു. വോട്ടർ പട്ടിക വിശദമായി പരിശോധിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിലെ 20-ാം വാർഡായ പന്നിയൂർകുളത്ത് ക്രമനമ്പർ 480-ലും വയനാട് ജില്ലയിലെ കൽപ്പറ്റ നഗരസഭയിലെ ഡിവിഷൻ 25 ഓണിവയലിൽ ക്രമനമ്പർ 799-ലും പേരുണ്ടെന്നാണ് വോട്ടർ പട്ടികയുടെ പകർപ്പ് ഉൾപ്പെടെ പുറത്തുവിട്ട് റഫീഖ് ആരോപിച്ചിട്ടുള്ളത്. ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ചെയ്തത്. ഒരു ജനപ്രതിനിധി തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായും പ്രവർത്തിക്കുന്നതും കള്ളവോട്ട് ചേർക്കുന്നതും ജനാധിപത്യ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുമെന്നും അങ്ങേയറ്റം പ്രതിഷേധാർഹമാണെന്നും കെ റഫീഖ് പറഞ്ഞു. അതേസമയം വിഷയത്തിൽ പ്രതികരണവുമായി ടി സിദ്ദിഖ് രംഗത്ത് വന്നു. റഫീഖും CPM-ഉം രാജ്യവ്യാപക വോട്ട് കൊള്ള നടക്കുമ്പോൾ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. വോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ താൻ അനുമതി ചോദിച്ചതാണ്. കൽപ്പറ്റയിലേക്ക് വോട്ട് ഷിഫ്റ്റ് ഓട്ടോമാറ്റിക്കായി മാറും എന്നാണ് താൻ മനസ്സിലാക്കുന്നത്. കോഴിക്കോട്ടെ വോട്ട് നീക്കം ചെയ്യാൻ താൻ തന്നെ ഇടപെടും. തനിക്ക് ഇരട്ട വോട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. പെരുവണ്ണ പഞ്ചായത്തിലെ പന്നിയൂർകുളത്ത് നിന്നും കൽപ്പറ്റ നഗരസഭയിലെ ഓണിവയലിലേക്ക് തന്റെ വോട്ട് മാറ്റിയതാണെന്നാണ് ടി സിദ്ദിഖ് പ്രതികരിച്ചത്. കൽപ്പറ്റയിൽ വോട്ട് ചേർക്കപ്പെട്ടെങ്കിലും പെരുമണ്ണയിൽ നിന്ന് വോട്ട് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. ഈ അപാകത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. വോട്ട് പെരുമണ്ണയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഹുൽ ഗാന്ധി ഉയർത്തിയ വോട്ടർ പട്ടിക ക്രമക്കേടിൽ ഇതുവരെ ഒരു അക്ഷരം മിണ്ടാത്ത പിണറായി വിജയന്റെ ശിക്ഷനാണ് റഫീഖെന്നും ഇത്തരം ആരോപണങ്ങൾ ഉയർത്തി വോട്ട് ചോരി ക്യാമ്പയിന്റെ പ്രഭ കെടുത്താനുള്ള ശ്രമമാണ് റഫീഖിന്റെതെന്നും സിദ്ദിഖ് കുറ്റപ്പെടുത്തി. പുതുതായി വോട്ട് ചേർക്കുമ്പോൾ നമ്മൾ കൊടുത്ത വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി പെരുമണ്ണയിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെടും എന്നതാണ് തന്റെ ബോധ്യം. എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എങ്കിൽ കോഴിക്കോട്ടെ വോട്ട് ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്നും MLA വ്യക്തമാക്കി. ജനാധിപത്യ പ്രക്രിയയെ വളരെ പവിത്രതയോടെ കാണുന്നയാളാണ് താൻ. CPM-നെ പോലെ 2-3 വോട്ടുകൾ താൻ ചെയ്യാറില്ല. BJPക്ക് ആയുധം കൊടുക്കാനാണ് CPM ശ്രമമെന്നും ടി സിദ്ദിഖ് ആരോപിച്ചു. കെ റഫീഖ് BJPയുടെ നാവാകുന്നത് അപമാനകരമാണ്. BJPയുടെ വക്കാലത്ത് സ്വീകരിച്ച് CPM നടത്തുന്ന ക്യാമ്പയിനായി ഇത് മാറുകയാണെന്നും സിദ്ദിഖ് MLA കൂട്ടിച്ചേർത്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരിഷ്കരിച്ച വോട്ടർ പട്ടിക അനുസരിച്ചാണ് ടി സിദ്ദിഖിന് കോഴിക്കോട് പെരുമണ്ണയിലും വയനാട് കൽപ്പറ്റയിലും വോട്ടുണ്ട് എന്ന് CPM ആരോപിക്കുന്നത്. അതേസമയം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടിക തയ്യാറാക്കിയതിൽ ഗുരുതരമായ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നുവെന്ന് CPM ഏതാനും ദിവസങ്ങൾക്ക് മുമ്പും ആരോപിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അറിവോടെയാണ് ക്രമക്കേട് നടന്നതെന്നും അതിനാൽ വോട്ടർ പട്ടിക റദ്ദാക്കണമെന്നും CPI നേതാവ് VS സുനിൽകുമാർ ആവശ്യപ്പെട്ടിരുന്നു. വരണാധികാരിയായിരുന്ന അന്നത്തെ ജില്ലാ കളക്ടർ VR കൃഷ്ണതേജയ്ക്കും ഇരട്ട വോട്ടുണ്ടെന്നും CPI ആരോപിച്ചിരുന്നു. കളക്ടറുടെ ഇരട്ട വോട്ടിന്റെ തെളിവുകളും പുറത്തുവിട്ടു. ശോഭാ സിറ്റിയിൽപ്പെട്ട 17 വോട്ടുകൾ അതേ വിലാസത്തിൽ ആലത്തൂർ, തൃശൂർ മണ്ഡലങ്ങളിൽ ചേർത്തിട്ടുണ്ടെന്നും CPI ചൂണ്ടിക്കാട്ടി. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് മറുപടി നൽകാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒളിച്ചു കളിക്കുകയാണെന്ന് സുനിൽകുമാർ ആരോപിച്ചു. വിഷയത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് CPIയുടെ തീരുമാനം. നേരത്തെ തൃശൂർ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് CPIയും കോൺഗ്രസും നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. BJP നേതാവ് KR ഷാജിയുടെ വോട്ടിൽ ക്രമക്കേട് നടത്തിയെന്ന് VS സുനിൽകുമാർ നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. ചേലക്കര മണ്ഡലത്തിലെ സ്ഥിരം താമസക്കാരനായ KR ഷാജിയുടെ വോട്ട് 2024-ൽ പൂങ്കുന്നത്തേക്ക് മാറ്റിയെന്നാണ് സുനിൽകുമാർ പറഞ്ഞത്. ഷാജിയുടെ ഭാര്യയുടെയും അമ്മയുടെയും വോട്ടുകൾ വരവൂർ പഞ്ചായത്തിൽ തന്നെയാണെങ്കിലും ഷാജിയുടെ വോട്ട് പൂങ്കുന്നത്തെ ഇൻലാൻഡ് ഫ്ലാറ്റിൽ 1719, 1721 എന്നീ നമ്പറുകളിലായി ക്രമരഹിതമായി ചേർത്തതായി കണ്ടെത്തിയെന്നും ഇത് ആയിരക്കണക്കിന് ആളുകളെ BJP കൂട്ടമായി കൊണ്ടുവന്നതിന്റെ തെളിവാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു.